പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത ബഹുമതി നൽകി ഒമാന്റെ ആദരവ്. ഓർഡർ ഓഫ് ഒമാൻ പുരസ്കാരം നൽകി. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട നടൻ ദിലീപിന്റെ പാസ്പോർട്ട് തിരിച്ചു നൽകും. കേസിൽ വിധി പറഞ്ഞ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് പാസ്പോർട്ട് വിട്ടു നൽകാൻ നിർദ്ദേശം നൽകിയത്. പി ഇന്ദിര കണ്ണൂർ കോർപ്പറേഷൻ മേയറാകും. കോൺഗ്രസ് കോർ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. കോടി സുനി അടക്കം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ജയിലിൽ സുഖസൗകര്യങ്ങൾ ഒരുക്കി. ഇതിനായി ജയിൽ DGP MK വിനോദ് കുമാർ കൈക്കൂലി വാങ്ങിയെന്ന് കണ്ടെത്തി വിജിലൻസ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ആദ്യ ബലാത്സംഗ കേസിലെ അറസ്റ്റിനുള്ള വിലക്ക് നീട്ടി ഹൈക്കോടതി. ജനുവരി 7 വരെയാണ് വിലക്ക് നീട്ടിയത്. ക്രിസ്തുമസ് അവധിക്ക് ശേഷം കേസ് കോടതി പരിഗണിക്കും. തൊഴിലുറപ്പ് പദ്ധതി പൊളിച്ചെഴുതാനുള്ള വിബി റാംജി ബിൽ പാസാക്കി ലോക്സഭ. പ്രതിപക്ഷം ബില്ല് വലിച്ചുകീറി ശക്തമായി പ്രതിഷേധിച്ചു. താൻ വർഗീയവാദിയെന്ന് പറഞ്ഞ് മുസ്ലിം ലീഗ് വേട്ടയാടുകയാണെന്നും അർഹതപ്പെട്ടത് ചോദിച്ചു വാങ്ങുന്നത് ജാതി പറയലല്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ. കിഫ്ബി മസാല ബോണ്ട് കേസിൽ EDക്ക് തിരിച്ചടി. മുഖ്യമന്ത്രിക്കെതിരെയായ നോട്ടീസ് സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. പാരഡി ഗാനത്തിന്റെ പേരിൽ കേസെടുത്തത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള മേലുള്ള കടന്നുകയറ്റം എന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിവാദമായ പാരഡി ഗാനം ഇതുവരെ കേട്ടില്ലെന്നും ദേവസ്വം ബോർഡ് പാട്ടിനെതിരെ പരാതി നൽകില്ലെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ. പാരഡി ഗാനക്കേസിൽ പരാതിക്കാരനായ പ്രസാദ് കുഴിക്കാല സെക്രട്ടറിയായ സംഘടനയെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനം. അഭിഭാഷകനായ കുളത്തൂർ ജെയിംസ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് നടപടി. പെരിയാറിന്റെ പേര് പറഞ്ഞ് കൊള്ളയടിക്കുന്ന ദുഷ്ടശക്തികളാണ് DMK എന്ന് TVK പൊതുയോഗത്തിൽ വിജയ്. അധികാരത്തിലെത്തിയാൽ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുമെന്നും ഈറോഡിലെ പൊതുയോഗത്തിൽ വിജയ്. Shreedhar Jewellers Gold and Diamonds presenting an extraordinary collections of gold and diamonds. 75 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ തനിമയും ആധുനികതയും ഒത്തിണങ്ങിയ സ്വർണ്ണാഭരണങ്ങളുടെ കമനീയ ശേഖരം. Shreedhar Jewellers since 1950 east of Central Junction, KP Road, Adur.